ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഇറ്റ്സ് മീ രാജ്. എല്ലാവർക്കും നമ്മുടെ മൈൻക്രാഫ്റ്റ് LT+CSൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ LT+ സീരീസാണ്. ഇതിനു മുമ്പ് ഞാൻ വേറെ LT+ സീരീസ് ഒന്നും നടത്തിയിട്ടില്ല. അപ്പം എങ്ങനെയാ പോവല്ലേ? വിഗോ ഓക്കെ. അതവിടെ ഫസ്റ്റ് ഒരു ഷീപ്പിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കൊല്ലം ആടുമ്പനെ ശേ അടക്ക് ചാത്ത എടാ അവിടെക്കടാ. ഓക്കെ, ഫസ്റ്റ് ഊളായിട്ടുണ്ട്. ഒരാടിനെയും കൂടി ഞാൻ ഇവിടെ എവിടെയോ കണ്ട്. അത് ആടാണോ അത് ബെർച്ചാണോ എന്നൊരു എത്തും പേടിയില്ല. നമുക്ക് എന്തായാലും ഫുഡ് മൈൻ ചെയ്ത് വാങ്ങാം. പിന്നെ ഈ LT+ സീരീസ് ഞാൻ പരമാവധി മുന്നോട്ടുണ്ടാകാൻ നോക്കും. ഞാൻ സ്പോണായത് ആ ഡാർക്ക് ഓക്ക് ഫോറസ്റ്റിലാണ്, നേരത്തെ കണ്ട ആ ഡാർക്ക് ഓക്ക് ഫോറസ്റ്റിൽ. പക്ഷേ അതത്ര ഒട്ടും സേഫല്ല. വുഡൊക്കെ അവിടുത്തെ നല്ലതാണ്, പക്ഷേ ആ ബയോം ഒട്ടും സേഫല്ല. ഒന്നെങ്കിൽ അവിടെ അടുത്തൊരു ഒരു തേയില ഗാർഡൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഭയങ്കര ഇരുട്ടാണ് ഈ ഡാർക്ക് ഓക്ക് ഫോറസ്റ്റ്. അവിടെ എവിടെയെങ്കിലൊക്കെ ഒരു സോംബിയോ ക്രീപ്പറോ സ്കെൽട്ടനോ എവിടെ സ്പോണാവും. അങ്ങനെ ഞാൻ ഇതിനു മുമ്പ് കളിച്ചപ്പോഴൊക്കെ ഒരു ഡാർക്ക് ഓക്ക് ഫോറസ്റ്റിൽ സ്പോൺ ആയാൽ ഇനി എന്തെങ്കിലും അടിക്കാതെ ഇരിക്കത്തില്ല. അങ്ങനെയായിരുന്നു. അടക്കടാ. ഓക്കെ, ഞാനുണ്ട്. അപ്പോൾ ഡാർക്ക് ഓക്ക് ഫോറസ്റ്റ് അത്രയും സേഫല്ല, അതുകൊണ്ടാണ് ഞാൻ അതിലങ്ങനെ കളിക്കാത്തത്. നമുക്കൊരു പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് പോവാം. 2 ഊളായി, ഒരു ആടുമ്പാനയും കൂടി കിട്ടണം. ഇവിടെ എവിടെയെങ്കിലും ഉണ്ട്. ഇതാവട്ടെ, കുറച്ച് കള്ളൻ ഒളിച്ചിരിക്കാൻ 2 ഉണ്ട്. നല്ലതാണ്, ഫുഡിന് നല്ലതാണ്. അടക്കട ചാത്ത. ഓക്കെ, 3 ആയിട്ടുണ്ട്. അവനവിടെ ഡിസ്പോൺ ആയിട്ടില്ല. അവിടെ ഒട്ടും സേഫ് അല്ലേ ഡാർക്ക് ഓക്ക് ഫോറസ്റ്റ്. ഇവിടെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ സ്പോൺ ആവുക അറിഞ്ഞിട്ടില്ല. അവിടേക്ക് ഓക്കെ. ഞാൻ ഈ സ്ഥലം ഈ നാട് വിടാൻ പോകുന്നു. എനിക്ക് തീരെ ഇഷ്ടമല്ലേ ഡാർക്ക് ഓക്ക് ഫോറസ്റ്റ്. ഇഷ്ടമാണ്, ഇവിടുത്തെ വുഡ് ഇഷ്ടമാണ്, പക്ഷേ ബയോമിൽ നിൽക്കണം ഇഷ്ടമല്ല. എവിടെയെങ്കിലും പോകാതിരിക്കത്തില്ല. നമുക്ക് അവിടെ ഒരു ഓക്ക് ഫോറസ്റ്റ് കാണുന്നുണ്ട്. അവിടെ ഒരു സ്പ്രൂസ് ഫോറസ്റ്റ് കണ്ടിട്ടുണ്ട്. അവിടേക്ക് നമുക്ക് പിന്നെ പോകണം. ഇപ്പോൾ പോയാൽ ഡെത്ത് കൺഫേം ഡെത്താണ്. ആ മലൻ്റെ സൈഡിൽ കുറച്ച് ഉണ്ട് സ്റ്റോണ്. നമുക്കത് പോയി മൈൻ ചെയ്യാം. കൊല്ലി. നമ്മുടെ വൂൾഫും ആടുമ്പയും തമ്മിലുള്ള മാച്ചാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഞാൻ ഹെൽപ്പ് ചെയ്യണം, വേണ്ട. താങ്ക് യു മൈ ബോയ്. എൻ്റെ അടുത്ത് ഇപ്പോൾ ബോണിൽ എടുത്തോണ്ട്, അല്ലെ ഇവനെപ്പോൾ ഞാൻ ടൈമാക്കിനി. ഇതിലത്തെ വൂൾഫിന് ഭയങ്കര ഇഷ്ടമാണ്. പൊട്ടിച്ചോ പിക്കാക്സ് ആക്സ്. ഈ ഒരു ഫർണസിന് വേണം, 2 വേണം ഫർണസ്. ഒന്ന് സ്മോക്കറാക്കണം. ഓക്കെ, ഒരു ഫർണസായി. ഇനി ഒന്നും കൂടി വേണം. ചുമ 2 ഓക്കെ, 2 ഫർണസ് ആയിട്ടുണ്ട്. കൂടി മെൻ ചെയ്തിട്ട് പോവാം. ഒരു ഗ്രാവലും കൂടി അടിച്ച് മാറ്റി കൊണ്ടുപോവാം. ഗ്രാവൽ ഇതാ, 1 മതി. ഒന്ന് ഞാൻ ഉണ്ടാക്കിക്കോളെ. ഇപ്പോൾ സഫിക്കേഷൻ വന്ന് ചത്തേനെ. നമുക്ക് ഇത് ബെർച്ച് പ്ലസ് ഓക്ക് ഫോറസ്റ്റ് ആട്ടോ, ഒരു ഓക്ക് മാത്രമൊന്നുമല്ല. ഞാൻ മുമ്പ് നടന്നു നോക്കട്ടെ. വല്ല ഇത് കണ്ടാലോ, ഇത് പ്ലെയിൻസ് ഉണ്ടാലോ. പൊട്ട് ഇതൊക്കെ റാൻഡമായിട്ട് കിട്ടിയൊരു സീഡാണ്. ഇത് ഞാൻ പരമാവധി കൊണ്ടുപോകാൻ എപ്പോഴും പറയാണ്, ഞാനത് പരമാവധി കൊണ്ടുപോകാൻ നോക്കും. അത് ഓക്കാണല്ലേ, എന്താണ് ഇതൊക്കെ ഓക്കാണ്. ഓരോരോ കാര്യങ്ങൾ. അവിടെ കോൾഡ് എടുക്കണോ? വേണ്ട, പോവാ. എനിക്കാണ് നല്ല ചുമണ്ട്. അവിടെ എൻ്റെ വോയിസ് ഇങ്ങനെ നീ വഴിയത്തല്ലേ.
മഴട്ട അടമഴട്ട വേഗം പോ. അയ്യോ ലീവ്സ്, ചില ടൈമിൽ ലീവ്സൊക്കെ ഭയങ്കര നല്ലതാണ്. അത് റൂമിൻ്റെ പുറത്തുണ്ടല്ലോ അവിടെ ഷൂട്ട് ചെയ്യാം. ഹെവിഗോ 4 ഒബ്സിഡിയൻ, ഒരു ബൂട്ട്, ഫെദർ ഫാളിങ് 2 ഉള്ളൊരു ബൂട്ട്. ഇതൊക്കെ ഞാൻ കൊണ്ടുപോയിട്ട് ചെസ്റ്റും പിടിച്ചെടുക്കാം. പൊട്ട് കിട്ടിയ ഒബ്സിഡിയന് ഇതിൻ്റെ മേത്തേക്ക് വെക്കാം. ഇതാ ഇവിടെ ഒന്ന്, പിന്നെ അവർക്ക് റീച്ച് ആവുമോ അവിടെ നോക്കേ. ഇനി ഇവിടെ ഒന്ന് പോർട്ടൽ ഫ്രെയിം. എടാ ഈ ക്രൈങ് ഒബ്സൈഡ് പൊട്ടിച്ചാൽ ഈ ഒബ്സൈഡിൽ വെച്ച് നമുക്ക് ആ ഫയർ ചാർജ് വെച്ചത് കത്തിക്കടാ. ഹൈവാ, അവിടെ നല്ല കാര്യമായി പോയി. എന്തായാലും നമുക്ക് ഇവിടെ തന്നെ ഒരു ബേസ് സെറ്റ് ചെയ്യാം. അണ്ടർഗ്രൗണ്ട് ബേസ് ആയിക്കോട്ടെ. എൻ്റെ അടുത്ത് കോളില്ല സാറല്ല. നമുക്ക് ഇവിടെ നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കുക. ഓക്കെ, ഇനി ഒരു ബെഡ് ക്രാഫ്റ്റ് ചെയ്യും. ഓക്കെ, ഒരു ബെഡായിട്ടുണ്ട്. ഇനി 2 എടുക്കുക. എന്നിട്ട് ഒരു പിക്കാക്സ്, ഒരാക്സ്. ഓക്കെ, ഇനി ഇതൊക്കെ പാടെടുത്തിട്ട് ഒരു ഇതുണ്ടാക്കുക, ഫർണസ് ഉണ്ടാക്കുക. 2 ഫർണസ് ഉണ്ടാക്കാം. എന്നിട്ട് 1 സ്മോക്കറും ആക്കാം. ഓക്കെടാ, സെറ്റ്. ഇതിവിടെ വെക്കുക. മുകൾക്കടക്ക് ചെസ്റ്റ് എടുക്കുക. ചെസ്റ്റിൽ നമ്മൾ സാധന സാമഗ്രികളൊക്കെ വെക്കാം. ഇതിൻ്റെ ആവശ്യമില്ല, അപ്പത്തേക്ക് നമുക്കില്ല. ആദ്യം നമുക്കൊന്ന് ഫ്ലിൻ്റ് ആക്കണം. ഫർണസൊക്കെ ഇവിടെ, ഫർണസ് ഇവിടെ, സ്മോക്കർ ഇവിടെ. മറ്റേ സ്മോക്കർ കൊണ്ടുപോയി അറിയില്ലേ? അതവിടെ ഉണ്ട്. ഓക്കെ, സെറ്റ്. ഒച്ചിൻ്റെ അടുത്ത് വെക്ക്. ഇനി ബൂട്ടാണ്, ഫെദർ ഫാളിങ് ഉള്ള നല്ലതാണ്. നല്ല റിച്ചർ ബയോമിലാണ് സ്പോൺ ചെയ്തിട്ടാ. ഇത് കത്തിക്കാട്, ഇവിടെ കത്തിക്കോട്ടെ. ഇനിയിപ്പോൾ എന്താ, ഇനിയിപ്പോൾ ഇൻവെൻട്രി നിന്ന് അടിപൊളിയാക്കി എടുക്കണം. ഇതിങ്ങോട്ട് പോവാ, ഈ ഊളങ്ങോട്ട് പോവും. ഇനി ഇതിവിടെ വെക്കുക, പൊട്ടിച്ചുക. ഇങ്ങനെ നമുക്ക് റിപ്പീറ്റ് അടിക്കാം. പിന്നെ മൂഞ്ചി ഫ്രിഞ്ച് കിട്ടുന്നവരെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. പറഞ്ഞില്ല കൊത്തിന് ഫ്രിഞ്ച് കിട്ടി. എന്താ ഡ്രൗണ്? എടാ ഡ്രൗണ് കൊല്ല ഒത്തണേ സുഖല്ലേ? ഉമ്മി അടിയിട്ടി. ബാ ഇവിടെ വെള്ളത്തിൽ ഇറങ്ങിക്കാം, നീന്തി ബാ. ബാ യുമ്മി. ഇപ്പോൾ പോയേ. എടാ കറക്റ്റ് ടൈമിങ്. അവിടെ നോട്ടെ, എനിക്കിഷ്ടമല്ലെങ്കിലും. അല്ല വാ ഓക്കെടാ, കൊന്നിട്ടുണ്ട്. ഹെഡ് റോട്ടം ഫ്ലഷ് ഇട്ടി കാര്യമില്ല, എന്നാലും കൊണ്ടിരിക്കട്ടെ. നമ്മൾ ചെസ്റ്റ് കൊണ്ടുപോയി റോട്ടൻ ഫ്ലഷ് വെക്കുക, ഫ്ലിൻറ്റും വെക്കുക. ഇത് കത്തി തീർന്നിട്ടുണ്ട്, എടുക്കുക. ചെസ്റ്റിൻ്റെ ഉള്ളിൽ കൊടുക്കുക. അല്ലേ വേണ്ട, ഒരു ഡബിൾ ചെസ്റ്റ് ഉണ്ടാക്കാം നമുക്ക്. ഓക്കെ, ക്രാഫ്റ്റിൻ്റെ സ്റ്റാർട്ടിങ് ഒരു വല്ലാത്തൊരു തന്നെ, നല്ല സുഖമുള്ള മ്യൂസിക്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയേക്കാം, അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാലോ. പോവാ. ഇവിടെ കുറേ ആടുമ്പുണ്ട്, കോഴിയുണ്ട്, പശുണ്ട്. രാത്രിയാണ്. പോവാ തിരിച്ചു പോവാ. ഒരു റെഡ് ടുലിപ്പും പൊട്ടിച്ചോണ്ട് പോവാ. ഞാൻ പോയി കടന്നു പറഞ്ഞു, അല്ലെങ്കിൽ കോക്കാച്ചി പിടിച്ചോണ്ട് പോകും. കയ്യിൽ പോവും, കയ്യിൽ പോവും വെച്ച് ഉറങ്ങുന്ന ഒരേ ഒരാൾ. എൽട്ടി പോയി, ലാസ്റ്റോട്ടം എൽട്ടി പോയി. നമുക്കൊരു റെഡ് ബെഡ് ഉണ്ടാക്കാം. എൻ്റെ മാമ തിന്നു. ഓക്കെ സെറ്റ്.
പോവാ 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 പോവാണ് നമ്മൾ പോവാണ് ഐലൻഡ് ചുറ്റാൻ പോവാ. ഐലൻഡാണോ അതോ ഒരു നോർമൽ വേൾഡാണോ അറിയില്ല, നോക്കണം. ഐലൻഡ് ആവാം മേ ബി. ചുറ്റിനും കടലൊക്കെ കാണുന്നുണ്ട്. അങ്ങോട്ടൊരു ഫോറസ്റ്റ് ഉണ്ട്. ഇവിടെ ഒരു ജടക്ക് കേവുകളുണ്ടല്ലോ. അമ്മേ പോയേനെ. ഇവിടെ ജടക്ക് കേവുണ്ട്, നമുക്ക് പിന്നെ എക്സ്പ്ലോർ ചെയ്യണം. അത് ഐലൻഡ് തന്നെയാണ്. അങ്ങോട്ട് ഐലൻഡ് ഉണ്ട്. ആ ഐലൻഡിന് കാണുന്നുണ്ടോ അറിയില്ല. അവിടെ ഒരു വില്ലേജ് ഉണ്ട്. പോവാ ബോട്ട് ഉണ്ടാക്കി പോയി. നേരെ പോകുന്ന ഒട്ടും സേഫല്ല, അതുകൊണ്ട് ഒരു ബോട്ട് ഉണ്ടാക്കി പോയി. വേഗം പോ. ഞാൻ ഈ FOV കൂട്ടിയിട്ടോണ്ടാണോ എന്നറിയില്ല, നല്ല സ്പീഡിൽ പോകണ വരെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വേഗം പോ ചാത്ത. വേഗം പോ. വുഡ് എടുക്ക്. ഇനിയൊരു ബോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി പോവാ. വേഗം പോ. നല്ലൊരു അടിപൊളി സീഡാണ്, കാരണം അടിപൊളി സീഡാണ്, രക്ഷയില്ലാത്ത സീഡ്. അവിടെ തന്നെ സ്പ്രൂസ്, ഡാർക്ക് ഓക്ക് ഉണ്ട്, ബെർച്ചും ഉണ്ട്, ഒക്കും ഉണ്ട്, ഒക്കെ ഉണ്ട്. ഒരു അടിപൊളി സീഡ്. ഞാൻ കണ്ടതിൽ വെച്ചാണോ എന്നറിയില്ല, ഏറ്റവും അടിപൊളി സീഡ് എന്താ മുമ്പി പോയി വെക്കടത്. കയറി പോവാ. വാടി, ഒരു അടിപൊളി വില്ലേജ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കാണണ്ടോന്ന് അറിയില്ല, പക്ഷെ എനിക്ക് കാണണ്ട. ഒരു അടിപൊളി വില്ലേജ് ഉണ്ട് അവിടെ. അവിടെ കിട്ടാവുന്ന അത്ര ലൂട്ട് നമുക്ക് കൊണ്ടുപോവാം. വേഗം തൊഴയടേ. അവിടെ ന്യൂട്രൻസിലൊക്കെ പോകുന്നുണ്ട്. ന്യൂട്രൻസിലൊക്കെ അയ്യോ കുറേ ഉണ്ട് കേട്ടോ. 2 ഉണ്ട്. അതാ അവിടെ ഒന്ന് പുതിയ അപ്ഡേഷനിൽ വന്നു, അതിനൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കണം. നല്ല ചുമ ചാട്ടപ്പെടാപ്പെട്ട് വന്നു. ഈ ബോട്ട് പൊട്ടിക്കണം എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. കാരണമൊന്നുമില്ല, കാരണം തന്നെ നമ്മളെ പിക്കാക്സിൻ്റെ എന്തുകൊണ്ടാണ് പൊട്ടിക്കണം, അതിൻ്റെ ഡ്യൂറബിലിറ്റി ഭയങ്കര കുറവായിരിക്കും. ഇപ്പം ഈ 3 ഡയറക്റ്റ് എടുത്തത് എന്തിപ്പോൾ ഹാൻഡ് ഗോളത്തിൻ്റെ കൊള്ളാനാണ്, വേറെ ഒന്നുമില്ല. ഇവിടെ നമുക്ക് മറ്റേ പോഷൻ ഉണ്ടാക്കുന്ന സംഭവം എടുക്കാം. പേരൊന്നും വെച്ചറിയില്ല, സംഭവം അതാണ് വെച്ചറിയാം. ഇവിടെ കുറേ പശുമ്പുണ്ട്. ഇവിടെയൊക്കെ നോർമൽ വീടാണ്. ഇപ്പോൾ ബ്ലാക്ക് സ്മിത്തിൻ്റെ വീടുണ്ട്, ഞാൻ കാലങ്ങളായടേ. ഒക്കെ നോർമൽ വീട്. എന്തൊരു രസമാണ്. ഇതിൻ്റെ ഉള്ളിൽ ആപ്പിൾ കിട്ടിയിട്ടുണ്ട്. അവിടെ ഒരു ഫാമിംഗ് ലാൻഡ് കണ്ട. അതവിടെ ക്യാരറ്റ് ഉണ്ട്. ബീട്രൂട്ടിൻ്റെ ആവശ്യമില്ല, പക്ഷെ ക്യാരറ്റിൻ്റെ നല്ല ആവശ്യമുണ്ട്. ക്യാരറ്റ് ഫാം ചെയ്യാനാണ് നല്ലതാണ്, ഇത്രയും ബെറ്ററാണ്. ലാഗ് അടിക്കണം. ലാഗ് എന്തോ ചെറുപ്പാ. ഇറങ്ങി പൊക്കോണ്ട് അവിടുന്ന്. ഞാൻ തൂക്കിയെടുത്ത് അപ്പുറത്തെ പറമ്പൊക്കെ ഇടും കേട്ടാലോ. അങ്ങനെ ഡേ എൻ്റെ ക്യാരറ്റ് എന്താ ബീട്രൂട്ടാ പോടെ. നമുക്ക് ഈ പണ്ടാരകാലം കൊല്ലണം, അതാണ് ഏറ്റവും വലിയ പണി. പിന്നെ മൂപ്പർ ഇങ്ങോട്ട് വരണം ആദ്യം. ഉമ്മേ ഓടിക്കോ. ഉമ്മേ ഓടിക്കോ. അവിടെ വെച്ചാൽ മതിയായിരുന്നു. കുറച്ച് ദൂരത്തോട്ട് പോയിട്ടേ ഡയറക്റ്റ് പൊട്ടിക്കാം. മെല്ലെ വരുന്നുള്ളൂ. ഡയറക്റ്റ് പൊട്ടിക്കട്ടെ വേണം പോയി ഞാൻ, അല്ലെങ്കിൽ അവിടെ കിടന്ന് പെടാപ്പാട് വരേണ്ടി വരും. ലാഗ് അടിക്കുന്നു. ഈ സമയത്ത് ലാഗ് അടിക്കല്ല മുത്തുമണിയെ. എവിടെയോ ആണ് അയൺകുളം. അതാ വരുന്നത്. നമുക്കിവിടെ വെക്കാം. ഭാഗ്യം. ക്രൗച്ച് ചെയ്. വേമ്പാ പൊട്ടി. ഇനി ചാടി അടിക്കട്ടെ. എന്തിങ്ങനെ ലാഗ് അടിക്കുന്നത്? സാധാരണ ഇങ്ങനെ ലാഗ് അടിക്കാറില്ല. ഓക്കെടാ, അയൺകുളത്തിന് തട്ടിയിട്ടുണ്ട്. എത്ര അയൺ കിട്ടിയോളൂ?
5 വേടാ. അഥവാ നോർമൽ ഒരു അയൺകോളത്തിനെ കൊന്നാൽ കിട്ടുന്നതിൽ ഏറ്റവും കൂടുതൽ അയണാണ് 5 അതിന് കിട്ടിയേക്ക്. 3 4 ഒടുക്കത്ത ലാഗ്. ഞാൻ എൻ്റെ ഐലൻഡിലോട്ട് പോയിട്ടേ വീഡിയോ അതിൻ്റെ പേട്ടെ. എൻ്റെ മുത്തി ലാഗൊന്നും ഞാൻ നിൽക്കൂല. എന്തൊരു ബഗ് പിടിച്ചത്. അവിടെ ഒരു ലൈബ്രറീൻ്റെ വീടുണ്ട്, നല്ല ആവശ്യം വരും. ബഗ് എഡിഷൻ എപ്പോഴും ബഗ് എഡിഷനാണ്, അതിലൊരു മാറ്റം ഉണ്ടാവില്ല. എൻ്റെ ചുമ പിടിച്ചത് ഇടാന്തടിച്ച് നിൽക്കുകയാണ് അതിൻ്റെ ടെക്കോൻ്റെ ലാഗടിയിൽ. ഇതല്ലാകാ അയ്യടാ എന്തുള്ളാകത്. ഇതിപ്പോൾ പറ്റിയതിന് ഇല്ലെങ്ങനെയൊന്നും അല്ലല്ലോ. ബഗ് എഡിഷൻ നമ്മൾ ഇട്ട് പൊരിക്കുകയാണ്, നിർത്തിയിട്ട് പൊരിക്കുക. എന്തൊരു ഇഷ്ടത്. ഞാൻ ഐലൻഡിലോട്ട് പോയിട്ട് വീഡിയോ അതിൻ്റെ പേട്ടെ. എന്നെ കൊണ്ടാവില്ല, അടുക്കത്തെ ചുമ. കുറേ ന്യൂട്രൻസുകളൊക്കെ പോകുന്നുണ്ട്. അവിടുത്തെ ഇപ്പോൾ ലാഗ് ചെറുങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ചെറുങ്ങനെ വെച്ചാൽ ചെറുങ്ങനെ. ഈ ഐലൻഡിലോട്ട് കറങ്ങൊരു വഴി ഉണ്ടല്ലേ. വെറുതെ അങ്ങനെ പോയി അവിടെ പോയിട്ടെത്തണം, അല്ലെങ്കിൽ നമുക്ക് കയറാൻ കഴിയില്ല. എന്തിടങ്ങാറാ ചടക്ക് നിൽക്കുക. ചുമച്ചിട്ടും മറ്റേതായിട്ടും ഒക്കെ കൂടിയിട്ട് ചടക്കണിക്ക്. എങ്ങനെയാണോ അതൊക്കെ ഈ ബഗ് എഡിഷൻ പ്ലേസൊക്കെ ഇതെങ്ങനെ ഇവിടേക്കേത് അപ്പുറത്ത് പറമ്പൊക്കെ പോണി. ഇവിടെ വാ, പറമ്പ് കണ്ട് പോവാണ്. ഇവിടെ രാത്രിയാവുന്നു. ഞാൻ പോയേ പ്ലേസൊക്കെ എത്തുമോ നോക്കട്ടെ. എന്തിനാ ബെഡ് പൊട്ടിച്ചപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. സ്പെയറാണ് സ്പെയർ. രാത്രി ആവുമോ? ഇല്ലല്ലല്ല, രാവിലെ ആയിട്ടുള്ളൂ. അല്ല രാത്രി ആവാനായി, വൈകുന്നേരമായി. നമുക്ക് എന്തായാലും ബേസിലെത്തിയൊരു വീഡിയോ അതിൻ്റെ ചെയ്യാം. എന്നെ കൊണ്ടൊന്നും ആവില്ലടേ ഈ ചായലാകിൽ. നാളെ ഇറങ്ങി നമുക്ക് നെതർ പോർട്ടൽ ഉണ്ടാക്കാം. പോടെ 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 അവേ ഇപ്പം ചത്തേനെ. അവിടേക്കുണ്ട് പ്രിൻസൊക്കെ പോയേക്കണം. ഇപ്പം പോണോ? വേഗടിച്ച് ചാവുമോ? കൺഫ്യൂഷൻ കൺഫ്യൂഷൻ കൺഫ്യൂഷൻ. പോയേക്കുക. എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അപ്പം നോക്കാം. ഫുഡ് കഴിക്കും. എൻ്റെ ഹെൽത്ത് എന്താ എനിക്ക് ചില ടൈമിൽ ഞാൻ ക്രാഫ്റ്റിംഗ് ടേബിൾ മുമ്പിലായിട്ട് നോക്കാത്ത എന്താ അറിയോ, എൻ്റെ ഈ ഫോണിൻ്റെ മുകളിലും അടിയിലുമായിട്ട് 2 ഭാഗത്ത് ഡിസ്പ്ലേ പോയിട്ടുണ്ട്. അതോ കുറച്ച് പോയിട്ടുള്ളൂ, അല്ലാണ്ടാണ്ട് അടങ്ങ അവിടെ ഒരു വില്ലേജടാ. എനിക്ക് സൂം ചെയ്ത് കാണിക്കാൻ കഴിയില്ല. PC യിലല്ലാത്തവർ സൂം ചെയ്ത് കാണിക്കാൻ കഴിയില്ല. പക്ഷെ അവിടെ വില്ലേജടാ. എന്ത് ലക്കിയാണ് ഞാൻ. ഈ സൈഡിൽ 2 രണ്ടാമത്തെ വില്ലേജാണ്. അതും 2 വില്ലേജും പിന്നെ കത്തിക്കാൻ പറ്റുന്നൊരു പോർട്ടലും. ആ പോർട്ടലത്തെ റീസേർച്ച് വെച്ച് തന്നെ കത്തിക്കാൻ പറ്റുന്നൊരു പോർട്ടൽ. എന്തല്ലേ അല്ല അക്കാലിച്ച് നോക്കണം. എവിടെയെങ്കിലും ബ്ലാക്ക് സ്മിത്തിൻ്റെ വീടുണ്ടായാൽ ഞാൻ പോയി ലോട്ടറി എടുക്കാൻ പോകുന്നത് അല്ലേ. ജയിലക്ക് ബീറ്റ് എടുക്കണോ? വേണ്ട, ഇതിനാണ്. ഈ വീട്ടിൽ കാര്യമില്ല, ഈ വീട്ടിൽ കാര്യമുണ്ട്. ബിക്കോസ് ഇല്ല, ഞാൻ പറ്റിക്കപ്പെടും. പോടെ ഒരു ബ്ലാക്ക് സ്മിത്തിൻ്റെ വീട് ഇട്ടിരിക്കണമെങ്കിൽ അത്രയും നല്ലതാണ്. കിട്ടാൻ ചാൻസ് ഇല്ല, കാരണം ഇപ്പോഴത്തെ എഡീഷനിൽ ബ്ലാക്ക് സ്മിത്തിൻ്റെ വീടൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല. പക്ഷെ കിട്ടിയ അത്ര ലക്കിയാണ്. അവർക്ക് കുറച്ച് വീടുണ്ട്. അതുകൊണ്ട് എടാ ബ്ലാക്ക് സ്മിത്തിൻ്റെ വീടാ. വീഡിയോ അതിൻ്റെ പേരിട്ട് ഞാൻ പോയി ഇതാക്കാൻ പോണ്, ലോട്ടറി എടുക്കാൻ പോണ്. എന്നെക്കൊണ്ട് ഞാൻ ആവില്ല. ചെസ്റ്റ് എടുത്ത് ഡയമണ്ട് ഇല്ല, ഞാൻ പറ്റിക്കപ്പെട്ടു. ബ്രെഡ് ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ട്. അവിടെ ചെസ്റ്റ് പ്ലേറ്റ് എടുത്താണ് 5 ആയാണ്. അഥവാ 10 ഇതിൽ നിന്ന് അയൺ കിട്ടിയില്ല. സോറി. ക്യാരറ്റ് അഗെയിൻ ക്യാരറ്റ്. ഇവിടെ നിറച്ചും ക്യാരറ്റ് ഉണ്ട്. ഉമ്മി സ്കെൽട്ടൻ 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 സ്കെൽട്ടൻ. അയ്യോ മണി കിട്ടി. മൈ ഫേവറേറ്റ് മൊബൈൽ അടിച്ച്. ഈയടാ അവിടെ ഒരു നോർമൽ ചെസ്റ്റുള്ളൊരു വീടുണ്ട്. നമുക്ക് ആ ക്യാരറ്റ് എടുക്കാൻ ഏറ്റവും സേഫ് ഉണ്ട് അവിടെ. പൊട്ടറ്റോ ഉണ്ട്, അതും ഫാം ചെയ്യാം, നല്ലതാണ്. ബുക്ക് എടുക്കാമല്ലേ? രാത്രിയാണ്, ഞാൻ ഉറങ്ങിയാലോ? വേറെ ഏതെങ്കിലും വീട് കുറച്ചുകൂടി ചൂട്ട് ചെയ്തിട്ട് ഉറങ്ങാം. ഇവിടുത്തെ അയൻകുളത്തിനും തട്ടണം. ഇവിടെ എത്ര വീടൊന്നേ ഉള്ളൂ, ബാക്കിയൊന്നും ചെസ്റ്റ് ഇല്ല.
ബാക്കിയുള്ളതിലൊന്നും എന്തില്ല, ചെസ്റ്റ് ഇല്ല. ടെലിംഗ് ദ ട്രൂ മാൻ. ഉറങ്ങ് ഉറങ്ങ് ഉറങ്ങ്. വയ്യടേ. അവിടെ പ്ലസ് കെട്ടുണ്ടല്ലേ. അയ്യോ എത്ര സോംബിയാടേ എൻ്റെ കുഞ്ഞു. എവിടെ അയൻ മാമ? ആ അയൻ റോയാണ് എടാ. എടാ എന്തൊരു ലക്കത്. എനിക്കെന്തിപ്പോൾ പറ്റിയേ? ഈ സീഡൊക്കെ എന്തൊരു ലക്കിയാടാ. ഞാൻ പറ്റിക്കപ്പെട്ടു. ഒറ്റൊന്നുമില്ല എനിക്ക് പറ്റിയത്. നമുക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ ബാക്കിലുണ്ടോ? കോൾ എടുക്കാം. അണ്ടർഗ്രൗണ്ട് ബേസ് സ്റ്റാർട്ടർ ബേസ് അണ്ടർഗ്രൗണ്ടിലാക്കി അടിച്ചാൽ ഈ കോളില്ലാത്ത ഒരൊറ്റ കാരണം കൊണ്ടാണ് ഉണ്ടാക്കിയത്. അത്യാവശ്യം ഇവിടെ പറ്റുന്ന കോളൊക്കെ എടുക്കാം. എടുക്ക്. ഓ ആ അത്യാവശ്യം ഉണ്ട് കേട്ടോ. ഇപ്പോഴത്തെ എഡീഷനിൽ ഈ കുഷ്യനൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്നൊക്കെ പറയുന്നത്. എനിക്ക് ഉറപ്പില്ല. ഞാൻ ഒരു ക്രിയേറ്റീവുകളുടെ അടുത്ത് നോക്കിയപ്പോൾ അതിൽ കാണില്ല. നോക്കട്ടെ, ചിലപ്പോൾ അപ്ഡേറ്റ് വരാൻ കുറച്ച് കാലം എടുക്കുന്നുണ്ടാവും. എന്തായാലും ജാവയിലൊക്കെ വന്നിട്ടുണ്ട്. എന്താ സുധീരൻ്റെ എൽറ്റിപ്പ് എന്താടെ ഇവിടെ ഒന്ന് മൂക്കും പൊത്തിച്ചിരിക്കുന്നു. ഇവർ മൂക്ക് എനിക്ക് തീരെ ഇഷ്ടമല്ല. അടിച്ചാണ്ട് കൊല്ലാൻ തോന്നിയില്ലായിരുന്നു. എനിക്കൊന്നുമില്ല, എല്ലാവർക്കും അടിച്ചോണ മൂക്കാൻ വേണ്ട പിരിക്കാൻ തോന്നും. ചതി മൂക്കവൻ്റെ എൻ്റെ മൂക്കും എൻ്റെ സ്വഭാവവും. അല്ല ഇവിടെ ഒരു അയങ്കോളം നടക്കണുണ്ടല്ലേ. എവിടെ ചാത്താ? ഇവിടെ ചാത്തൻ സ്റ്റാർട്ടിങ് തന്നെ. അമ്മീ പാട്ടി ബാക്കിനെ കുറിച്ച് എപ്പോഴും എനിക്ക് തന്നെ പണി വരുന്നുണ്ടല്ലോ. എവിടെയോ ഉണ്ടായിരുന്ന ചാത്തൻ ഇവിടെ പോയെന്നറിയില്ല. ഐ ലവ് ബഗ്രോഗ് എഡീഷൻ. ഹൈഷ് ചട്ടപ്പണി. ഇതൊക്കെ എന്തടാ ഇങ്ങനെയൊക്കെ മരം സ്പോണാവണേ. ഇവിടേക്ക് അങ്ങനെ വന്ന ചാത്തൻ. ഇവിടെ ഒരു പൊട്ടാറ്റോ ഫാം ഉണ്ടായിവ. അത് നന്നായിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യമൊക്കെ ഉണ്ട്. ഇതൊക്കെ ഞാൻ കൊണ്ടുപോകുന്നു. ഇവിടെ അത്യാവശ്യത്തിൽ വേറെ ഫാമിലുണ്ട്. ഇപ്പോൾ വീഡിയോൻ്റെ ലെങ്ത് അത്യാവശ്യം കൂടിയിട്ടുണ്ടാവും. കാര്യമൊക്കെ ഉണ്ടാവും. സ്റ്റാർട്ടിങ്ങിൽ എല്ലാവരും വീഡിയോ നല്ല കൂടുതലായിരിക്കും. അവിടെ ഒരു വീടുണ്ട്. ഒരു ബ്ലാസ്റ്റ് ഫർണസ് ഉണ്ടോയെന്നാണ് ഞാൻ നോക്കണേ. ഇങ്ങനത്തെ ഇവിടെ സ്മോക്കർ ചട്ടപ്പണി. അല്ല ഇവിടെ ഉണ്ട്. ഞാൻ സാധനം ഇവിടെ അങ്ങനെ കാണാനില്ല. മിസ്സിങ് അയൺകോളം. പോസ്റ്റർ എല്ലാവരും ഒട്ടിച്ചോളി. അയൺകോളം മിസ്സിങ്. നിങ്ങൾ സോംബി ഒന്ന് കൊന്നോ എന്തോ. അങ്ങനെയൊന്നുമല്ല. അത്ര ചീപ്പല്ല ഈ അയൺകോളം. അതവിടേക്ക്. കുറച്ച് ഹെൽത്ത് പറഞ്ഞാലും വേണ്ടില്ല. അയൺകോളത്തിനാണ് കിട്ടിയത് മുത്തേ. അടിച്ചാ പാഞ്ഞോ. ഇവിടെ തന്നെ വെക്ക്. വാടാ ചാത്ത. അടി 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 ചാവടഞ്ച്. ടാക്സ് പിടിച്ചാൽ കരുതിക്കോ നീ. എത്രയായി? 9 അതോ 4 കിട്ടിയിട്ടുള്ളൂ. സാറില്ല 9 ആയില്ലേ. നമുക്കൊരു ബക്കറ്റും പിക്കാക്സും ക്രാഫ്റ്റ് ചെയ്യാം. മോസ്റ്റ് വാല്യുബിൾ ഐറ്റംസ്. ചാവൊന്നുമില്ല. ഡ്രോണും കാണുന്നുണ്ട് ചത്തേനെ. എന്താ പാർക്കോർ കിങ്ങിടാ. ബട്ട് ഐ ആം നോട്ട് എ PvP. പുതിയ അടിച്ചിട്ടുണ്ട്. സൾഫർ കേവ് തന്നെ. ഒരു എഫക്റ്റ് ഇട്ടു എന്നൊക്കെ പറയില്ല. അമ്മേ എന്തത് അടിപൊളി. പറത്തി വിട്ടന്നെ. അയ്യോ എൻ്റെ ബേസ് എടുത്തു. അവിടേക്കാണ് പോവാ. മേ ബി അവിടേക്കന്നെ പറത്തി വിട്ട്. എൻ്റെ മുത്തേ പറത്തി ലോൺ ചെയ്ത് വിട്ടന്നെ.
പേടിച്ച് അന്താളിച്ചു പോയി ഞാൻ. അവർക്കെന്നെ എൻ്റെ പൈസ അതന്നെ, അവർക്കെന്നെ പോ ഫുഡ് കഴി. അടിപൊളിയാക്കി ഇട്ട് പോവാണ് നമ്മള് പോവാണ് വേഗം ക്ലോസ് ചെയ്യാൻ പോവാ. നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് ഞാൻ പോവാണ്. അപ്പം അയ്യോ അപ്പം നാളെ ഇരുന്ന് നെതർ പോർട്ടൽ ഇപ്പം തന്നെ പറഞ്ഞിട്ട് ഞാൻ നാളെ തന്നെ മറ്റന്നാളെ ഇറങ്ങും ഉറപ്പാ. ചെസ്റ്റിൽ വെച്ചിട്ടേ ഞാൻ വീഡിയോ അതിൻ്റെ പേരും പോണേ. നാളെ ഒരു 10,000 ഉണ്ട്. സ്മെൽറ്റ് ചെയ്താലോ? സ്മെൽറ്റ് ചെയ്യാം, നല്ലതാണ്. ഞാൻ സ്മെൽറ്റ് ചെയ്ത് ആവശ്യമുള്ള സാമഗ്രികളാക്കിയിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അതല്ലേ അതിൻ്റെ ഒരു ഇത്. ബാക്കി ടീൻ്റെ ഉള്ളിലേക്ക് പറ്റുക വേറെ പൊട്ട അടിപൊളി വേമ്പക്കം. നീ ഇങ്ങോട്ട് വാ. എനിക്ക് ചടക്കുന്നുണ്ടേ. എൻ്റെ അടുത്ത് വൈറ്റ് ബോഡി വൈറ്റ് ബെഡായിരുന്നു, സോറി. അതാണ് എനിക്ക് പറഞ്ഞില്ല. എൻ്റെ ഡിസ്പ്ലേ വേണ്ട ഒരു കുന്തവും കാണാമല്ലോ എനിക്ക്. അത് കരിഞ്ഞില്ലേ? കരിഞ്ഞു. പിന്നെ ലാഗ് അടിക്കുന്നിട്ടാ. ഇതല്ലടാ കോളി എൻ്റെ പുറം മേയ്ക്കുന്നത്. എന്തിപ്പോൾ ചെയ്യാ? ഫുഡ് എടുക്ക്. അയ്യോ കുളിര് പറഞ്ഞു പൊട്ട ആളെ കളിയാക്കുന്ന. ഓക്കെ, ഇനി നമ്മൾ ആദ്യത്തെ പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്യാം. അയൺ പിക്കാക്സ് വന്നേ. ഓക്കെ, അതായിട്ടുണ്ട്. ഇനി ബക്കറ്റുമായിട്ടുണ്ട്. ഇനി ആക്സ് വേണം, സോഡ് ഉണ്ടാക്കാം. ഐ ലൈക്ക് സോഡ് എന്നാ. ഓക്കെ, അങ്ങനെ സോഡുമായിട്ടുണ്ട്. ഇനി ഇതൊക്കെ തിരിച്ച് ഇതിനുള്ളിലോട്ട് വെക്കുക. പിക്കാക്സ് ഒന്നും ഇപ്പോൾ എടുക്കണ്ട, അണ്ടർസ്റ്റാൻഡ്. ഇതെടുത്ത് ഇവിടെ വെക്ക്. ബോട്ടെടുത്ത് ഉള്ളിലേക്ക് വെക്ക്. ഇതെടുത്ത് ഇങ്ങോട്ട് പാടേ. ഓക്കെ, അപ്പോൾ ഓക്കെ ഗൈസ്, ഇപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ഷെയർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ചാനൽ കൂടി സബ്സ്ക്രൈബ് കൂടെ ബെല്ലൈക്കൺ നിൽക്കുക, നോട്ടിഫിക്കേഷൻ കിട്ടും. ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാൻ പറ്റുന്നവർക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ അടുത്തൊരു അടിപൊളി സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡായിട്ട് കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.